ഹായ് കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് പുതിയ ശേഷം? എല്ലാവർക്കും സുഖാണെന്ന് കരുതട്ടെ കേട്ടോ. ഇന്നത്തെ നമ്മുടെ പുതിയ റെസിപ്പിയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു ഐറ്റമാണ് ചേച്ചി പഠിപ്പിച്ചു തരാൻ പോണത്. ഇന്ന് നമുക്ക് നല്ലൊരു മടക്ക് അഥവാ കാജ ഉണ്ടാക്കാം. ഇവിടെയൊക്കെ ഞങ്ങൾ അങ്ങനെയാണ് പേരുകൾ പറയാറ്. പിന്നെ നിങ്ങളുടെ നാട്ടിലൊക്കെ വേറെ പല പേരുകളും ആയിരിക്കും ഇതിന് പറയാറുള്ളത്. അപ്പൊ എന്താണ് ആ പേരുകൾ എന്നൊക്കെ ഇപ്പൊ തന്നെ വീഡിയോയിലൊന്ന് കമന്റ് ചെയ്തോളൂ കേട്ടോ. ഒരുപാട് കൂട്ടുകാർ ചേച്ചിയോട് ചോദിച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഇതുവരെ ചെയ്യാത്ത എന്താന്ന് വെച്ചാൽ പെർഫെക്റ്റ് ആയിട്ട് എനിക്കത് അറിയത്തില്ലായിരുന്നു. അപ്പൊ ഞാൻ ഇതുപോലുള്ള റെസിപ്പികളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് പഠിച്ചെടുക്കണമെന്ന് വലിയ ആഗ്രഹമാണ്. ഈ ഒരു റെസിപ്പി എനിക്ക് പഠിപ്പിച്ചു തന്നത് എൻ്റെ ബ്രദറാണ്. അവര് ശ്രീകുമാർ എന്നാണ് എൻ്റെ ബ്രദറിന്റെ പേര്. അവർ കോട്ടയത്താണ് താമസിക്കുന്നത്. അപ്പൊ നാട്ടിൽ ഇവിടെ വന്നപ്പം ഞാൻ അവരുടെ അടുത്ത് പോയി നിന്ന് അവൻ കറക്റ്റായിട്ട് എനിക്ക് പഠിപ്പിച്ചു തന്ന ഒരു റെസിപ്പിയാണ്. ശ്രീകുമാറിന് അവിടെ ഇതുപോലുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കിയിട്ട് ഹോൾസെയിൽ ആയിട്ട് വിൽപ്പന നടത്തുന്ന ജോലിയാണ്. അതുകൊണ്ട് തന്നെ ഇത് പെർഫെക്റ്റ് റെസിപ്പിയാണ്. സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടു കഴിഞ്ഞാൽ ചേച്ചി പഠിപ്പിച്ചിട്ടുള്ള ഐറ്റംസിൻ്റെ കൂടെ നിങ്ങൾക്ക് ഇതും കൂടെ ഉണ്ടാക്കിയിട്ട് സെയിൽ ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ നമ്മൾ നടത്തുന്ന ബേക്കിംഗ് ക്ലാസ്സിലേക്ക് ആർക്കെങ്കിലും ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ അടുത്ത ബാച്ച് ഈ മാസം 20-ാം തീയതിയാണ് തുടങ്ങുന്നത്. ഒരു മാസത്തെ ഓൺലൈൻ ബേക്കിംഗ് ക്ലാസ് ആണ്. വളരെ ചെറിയൊരു ഫീസ് മാത്രമേ ഉള്ളൂ. ബേക്കറിയിലെ ജെന്യൂൻ ആയിട്ടുള്ള റെസിപ്പികളാണ് പറഞ്ഞു തരുന്നത്. ഏതൊരു തുടക്കക്കാർക്കും മനസ്സിലാവുന്ന രീതിയിലാണ് ചേച്ചി ക്ലാസ്സുകൾ തരുന്നത്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഈ അവസരം നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ്. അപ്പോൾ ഡീറ്റെയിൽ ഒക്കെ അറിയണമെങ്കിൽ വാട്സപ്പ് നമ്പർ ഞാൻ ഈ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ മെസ്സേജ് അയക്കൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ. അതേപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എന്നാൽ പിന്നെ താമസിക്കേണ്ട, നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോ കണ്ടിട്ട് വരാം. കാജ ഉണ്ടാക്കാനായിട്ട് ആദ്യം നമുക്ക് മാവ് കുഴച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതിന് 1.5 കപ്പ് മൈദയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് 1 കപ്പ് മതി എന്നുണ്ടെങ്കിൽ 1 കപ്പിൽ ഉണ്ടാക്കാം, കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ 1.5 കപ്പ് മൈദ എടുക്കുമ്പോൾ അത് ഗ്രാം അളവിൽ പറയുവാണെങ്കിൽ ഏകദേശം 200 ഗ്രാം ഉണ്ടാവും കേട്ടോ. 200 ഗ്രാം ആയിരിക്കും 1.5 കപ്പ് മൈദ ഉണ്ടാവുക. ആ മൈദ ഒരു പാത്രത്തിലേക്ക്, നമ്മൾ ഏത് പാത്രത്തിലാണോ കുഴയ്ക്കുന്നത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പിടുമ്പോൾ നോക്കണം, കൂടി പോവരുത്. 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ ഇതിൻ്റെ കൂടെ കുറച്ച് ഫുഡ് കളറ് ചേർക്കുക വേണമെങ്കിൽ. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മഞ്ഞപ്പൊടി ചേർത്ത് കൊടുത്താലും മതി. ഞാൻ ഒരു നല്ലൊരു കളറുണ്ട്, മഞ്ഞ കളറായിരിക്കുമല്ലോ നമുക്ക് കാജയൊക്കെ വാങ്ങാൻ കിട്ടുന്ന സമയത്ത്. അപ്പോൾ നമുക്ക് കുറച്ച് ഫുഡ് കളർ ഞാൻ കുറച്ച് ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ കളർ ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ മഞ്ഞപ്പൊടി ചേർത്തോ കേട്ടോ. ഈ പഞ്ചസാര ഒരു 1.5 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ഇതിലേക്ക് ചേർക്കാം. പിന്നെ നമ്മൾ ഈ ഫുഡ് കളർ ഒഴിച്ചില്ലേ, അപ്പോൾ അതിൻ്റെ മുകളിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നാലാണ് എല്ലായിടത്തും നന്നായിട്ട് പിടിക്കുക. എന്നിട്ട് നന്നായിട്ട് കുഴച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ കുഴയ്ക്കുമ്പം എന്ത് ചെയ്യണമെന്നറിയോ, ഒരുപാട് വെള്ളം ഒഴിക്കരുത്. ഇപ്പം നമ്മൾ 200 ഗ്രാം മൈദയാണ് നമ്മൾ ഇതിലേക്ക് എടുത്തതെങ്കിൽ ഒരു 100 ml വെള്ളം എടുക്കുക. അത് തികച്ചും വേണമെന്ന് നോക്കിയിട്ട് ചെയ്യുക. നല്ല ടൈറ്റിൽ മാവ് കുഴച്ചെടുത്താൽ മാത്രമേ ഇത് കറക്റ്റായിട്ട് നമുക്ക് പരത്തിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ല ടൈറ്റിൽ കുഴയ്ക്കുക. ഒന്നും ചേർത്തിട്ട് നമ്മളിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തത് മൈദയും കുറച്ച് ഉപ്പും പഞ്ചസാരയും ആ കളറും മാത്രമാണ് കേട്ടോ. നന്നായിട്ട് കുഴച്ചെടുക്കുക നല്ല ടൈറ്റിൽ. ഇപ്പം നോക്കിയാൽ നന്നായിട്ട് കുഴച്ചിട്ട് ഇതുപോലെ നമ്മൾ ഒരു ബോളാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ നമുക്ക് കുറച്ച് നേരം മൂടിയിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കാം, കുഴപ്പമില്ല. ഇപ്പം തന്നെ ഉണ്ടാക്കണമെങ്കിലും ഉണ്ടാക്കാം, പക്ഷേ പരത്താൻ കുറച്ചും കൂടി എളുപ്പം ഉണ്ടാവുക കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടെങ്കിലാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഞാനിപ്പോൾ ഒരു 10 മിനിറ്റ് ഒക്കെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ മാവ് എടുത്തു. ഇനി നമുക്കിത് വേണമെങ്കിൽ ഒരു 3 എണ്ണം ആക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇത് അങ്ങനെ തന്നെ പരത്തി ഷീറ്റാക്കി എടുത്താലും കുഴപ്പമില്ല. അത് എങ്ങനെ വേണമെന്ന് നിങ്ങൾ തീരുമാനിച്ചു കേട്ടോ. ഞാനിപ്പോൾ ഇതിനെ ഒരു 3 പീസാക്കാൻ പോവുകയാണേ. നമ്മൾ ഇതുപോലെ ബോളാക്കുമ്പോൾ 3ഉം ഒരേ വലുപ്പമാവാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ. വേണമെങ്കിൽ തൂക്കിയെടുത്തോ, കുഴപ്പമൊന്നുമില്ല. നമ്മളിപ്പോൾ ഒരേ വലുപ്പമുള്ള 3 ബോളുകളാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നല്ല നൈസായിട്ട് പരത്തിയെടുക്കുക. ഓരോന്നും ആയിട്ട് പരത്തിയെടുക്കുക കേട്ടോ. ഒരെണ്ണം ഇടുക. അപ്പോൾ പരത്താൻ നേരത്ത് നമ്മൾ ആദ്യമൊക്കെ മൈദയല്ലേ ചേർത്തിട്ടുണ്ടായിരുന്നത്. ഇനി കുറച്ച് അരിപ്പൊടി ചേർക്കുക. അരിപ്പൊടി ചേർക്കുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നല്ല കരികരിപ്പോടെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അരിപ്പൊടി ചേർക്കുന്നത്. അപ്പോൾ അരിപ്പൊടിയിലിട്ടിട്ട് നന്നായിട്ട് പരത്തിയെടുക്കുക. പരത്തുമ്പോൾ നല്ല നൈസായിട്ട് പരത്തിക്കുക കേട്ടോ. നല്ല ടൈറ്റായിട്ട് കുഴച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് ഇതുപോലെ എത്ര വേണമെങ്കിലും കട്ടി കുറച്ചിട്ട് പരത്താൻ പറ്റും. അല്ലെങ്കിൽ ഷീറ്റ് പൊട്ടിപ്പോവും ലൂസായിട്ടുണ്ടെങ്കിൽ.
നല്ല നൈസായിട്ട് ഞാൻ പരത്തിയിട്ടുണ്ട്. അരിപ്പൊടി നന്നായിട്ട് ഇവിടെ ഇങ്ങനെ വെതറി കൊടുക്കണം, അല്ലാന്നുണ്ടെങ്കിൽ മേശയിൽ ഒട്ടിപ്പിടിക്കും. പിന്നെ ചുളിവുകളൊന്നും വരാതിരിക്കാൻ വേണ്ടി നോക്കുക. എന്നിട്ട് നന്നായിട്ട് പരത്തുക. ഇതുപോലെ നമുക്ക് 3ഉം പരത്തിയെടുക്കാം. അപ്പം ശ്രീകുമാർ എന്നോട് പറഞ്ഞിട്ടുള്ളത് ഇത് നന്നായിട്ട് എന്താ പറയുക, വെള്ളത്തിൻ്റെ അംശമൊന്നും ഇല്ലാതെ കുറച്ച് നേരം വലിയണം എന്നാണ്. അപ്പോൾ അങ്ങനെ വെയിറ്റ് ചെയ്യാൻ വേണമെങ്കിൽ അങ്ങനെ വെക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അപ്പോഴാണ് നല്ല ലെയർ കിട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമുക്കൊന്ന് മാറ്റി വെച്ചിട്ട് അടുത്തതും ഇതേപോലെ തന്നെ പരത്തിയെടുക്കാം. മൂന്നും നമുക്ക് ഇതേപോലെ പരത്തിയെടുക്കാം. ഇനി 3 എണ്ണം അല്ലാന്നുണ്ടെങ്കിൽ 4 എണ്ണോ 5 എണ്ണോ എത്ര ബോളുകൾ വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഒറ്റ ഷീറ്റ് മടക്കിയിട്ട് തന്നെ ചെയ്യുകയും ചെയ്യാം. എന്താണെങ്കിലും കുഴപ്പമില്ല, നമുക്ക് നല്ല ലേയേഴ്സ് വരണം എന്നല്ലേ ഉള്ളൂ. ഇനി നമ്മൾ നന്നായിട്ട് അരിപ്പൊടി മേശയിൽ ഇട്ട് കൊടുക്കുക. അതിൻ്റെ മുകളിലേക്ക് ഓരോന്നും എടുത്തു വെക്കുക. എന്നിട്ട് ഓരോന്നിൻ്റെ മുകളിൽ ഇതുപോലെ നന്നായിട്ട് ഓയിൽ തടവി കൊടുക്കുക. ഓയിലാണെങ്കിലും കുഴപ്പമില്ല, നെയ്യാണെങ്കിലും കുഴപ്പമില്ല. വീട്ടിലൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല RKG ഒക്കെ തടവി കൊടുത്തോ കേട്ടോ. ഷോപ്പിലൊക്കെ വിൽക്കുമ്പോൾ ഇതുപോലെ തന്നെയൊക്കെയാണ് കിട്ടുക. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ അരിപ്പൊടി എടുക്കുക. അങ്ങനെ ഓരോന്നും ലെയർ ആയിട്ട് വെക്കുക. വീണ്ടും അരിപ്പൊടി ഇട്ട് കൊടുക്കുക. മൈദ ഇടണ്ട, അരിപ്പൊടി ഇട്ടാലാണ് നല്ല കറുമുറൂന്നുള്ള മടക്ക് എന്നാണ് നിങ്ങൾ പറയുക, അല്ലെങ്കിൽ കാജ, അത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തുള്ളൂ. ഇനിയിപ്പോൾ ഇത് 2 എണ്ണം ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, ഇത് 3ാമത്തെയാണ്. അപ്പോൾ 3ാമത്തതും കൂടി ഇട്ടിട്ട് ഇനി ഇതിൻ്റെ മുകളിൽ ഓയിലൊന്ന് തേച്ച് കൊടുക്കരുത്. എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ മുകളിൽ നമുക്ക് പരത്താനുള്ളതാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഇതിങ്ങനെ തന്നെ കുറച്ച് നേരം അങ്ങ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. കുറച്ച് നേരം ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഇതങ്ങോട്ട് മാറ്റി ഇവിടെയുള്ള അരിപ്പൊടിയൊക്കെ ഇങ്ങനെയൊന്ന് തട്ടിക്കൊടുത്താൽ മതി കേട്ടോ. വീണ്ടും കുറേ ഇടണമെന്നില്ല. എവിടെയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇങ്ങനെ തട്ടിക്കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതൊന്നും കൂടെ പരത്തി കൊടുക്കാം. കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടില്ലെങ്കിൽ എന്താന്ന് പറഞ്ഞില്ലേ, ഈ നമ്മൾ ഓയിലൊക്കെ ഇതിലാക്കി കൊടുത്തിട്ടില്ല, ആ ഓയിൽ ഇങ്ങനെ പുറത്തേക്ക് പോകും. അപ്പം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് നേരം എന്തായാലും റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ചെയ്താൽ മതി കേട്ടോ. കഴിയുന്നതും നീളത്തിൽ പരത്തുക. നമുക്ക് എന്നാലാണ് കൂടുതൽ മടക്കുകൾ കിട്ടുള്ളൂ. നീളത്തിൽ പരത്തുക. ഇപ്പം ഞാൻ ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മടക്കിയെടുക്കാം. മടക്കുമ്പോൾ ഈ ഒരു ഭാഗത്തുനിന്ന് ഒരേ ലെവലിൽ എടുത്തിട്ട് വലിച്ചിട്ട് മടക്കുക കേട്ടോ. നല്ല ടൈറ്റ് ആക്കിയിട്ട് വലിച്ച് മടക്കുക. ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുക. വീണ്ടും ഇതേപോലെ ഇങ്ങനെ നിന്നിട്ട് ചെയ്ത് കാണിച്ചു തരാം നിങ്ങൾക്ക്, എന്നാലും കറക്റ്റായിട്ട് കാണും. അപ്പോൾ ഈ ഒരു മടക്കിലാണ് നമ്മുടെ നല്ല ലെയർ വരില്ലേ, ആ ലെയറുകൾ വരുന്നത് ഈ മടക്കിലാണ് കേട്ടോ. ഇനി ഈ ഭാഗമൊക്കെ ഒന്ന് വലിച്ച് ഇങ്ങോട്ടേക്ക് നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. വിട്ടു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇനിയൊന്നുമില്ല, നമുക്കിത് കട്ട് ചെയ്തെടുക്കുക. 2 സൈഡും ഉണ്ടല്ലോ അത്ര ഷേപ്പ് ഉണ്ടാവില്ല, പക്ഷെ നമുക്ക് ചെയ്തെടുക്കാം, കുഴപ്പമൊന്നുമില്ല. നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ ഈ നടുഭാഗത്തുനിന്ന് എടുക്കണം കേട്ടോ. കുറച്ച് വലുതായിട്ട് വേണമെങ്കിൽ നമുക്ക് വലുതായിട്ട് കട്ട് ചെയ്യുക. വലുപ്പം എത്രയെന്ന് നിങ്ങൾ തീരുമാനിക്കുക. പിന്നെ ഈ മടക്കുകളുണ്ടല്ലോ അതും കുറച്ച് വലുതായിട്ട് നമുക്ക് മടക്കിയെടുക്കാം. അപ്പോൾ വലിയ കാജ കിട്ടും. ഞാൻ ഇപ്പോൾ അത്ര വലുതല്ല ഉണ്ടാക്കുന്നത്. ഇതുപോലെ നമ്മൾ മുറിച്ചെടുക്കുക. കണ്ടോ, ഇതേപോലെ മുറിച്ചെടുക്കുക. എല്ലാം നമ്മൾ ഇതേപോലെ മുറിച്ചെടുക്കുക. അപ്പോൾ മുറിച്ചെടുക്കുമ്പോൾ ഏകദേശം ഒരേ വലുപ്പത്തിൽ തന്നെ മുറിച്ചെടുക്കുക. നമ്മൾ ലാസ്റ്റ് വരുന്ന ആ ഭാഗം കുറച്ച് വെള്ളമോ എന്തെങ്കിലും തടവിയിട്ട് ഒന്നും നന്നായിട്ട് ഒട്ടിച്ചു കൊടുത്തു, അല്ലെങ്കിൽ അവിടെ നിന്ന് വിട്ടു പോരും കേട്ടോ. അതൊന്ന് ശ്രദ്ധിക്കണേ. ഒന്നര കപ്പ് മൈദയിൽ എടുത്തപ്പോൾ എനിക്ക് 10 എണ്ണം, ചെറിയ സൈസ് 10 എണ്ണം കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇത് 2 എണ്ണം സൈഡായിരുന്നു കേട്ടോ, അത് കുഴപ്പമില്ല, അത് പോട്ടെ. ഇനി നമുക്ക് ഇതൊന്ന് പരത്തിയെടുക്കാം. ഇനി ഇതൊക്കെ മാറ്റി വെച്ചിട്ട് ഓരോന്നും നമുക്ക് പരത്തിയെടുക്കണം. പരത്തിയെടുക്കണം എന്ന് പറഞ്ഞാൽ ഇനി ഒത്തിരി ഇട്ടിട്ട് പരത്തരുത് കേട്ടോ. പതുക്കെ ഇങ്ങനെ പതുക്കെ ഒന്ന് പരത്തിയെടുക്കുക. ഒത്തിരി പരത്തുമ്പോൾ ഈ ലെയറുകളൊക്കെ അടഞ്ഞു പോകും. അപ്പോൾ പിന്നെ നന്നായിട്ട് ഇങ്ങനെ ലെയർ വിടർന്ന് വരില്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ചെറിയ ചപ്പാത്തിക്കോലം എടുത്താൽ മതി കേട്ടോ. ചപ്പാത്തിൻ്റെ റോളർ എടുത്താൽ മതി. ഇതിപ്പോൾ വലിയ ഒരു റോളറാണ് എൻ്റെ കയ്യിലുള്ള, അതുകൊണ്ട് ഒത്തിരി അമർത്തുമ്പോൾ അങ്ങ് വല്ലാതെ പതിഞ്ഞു പോകും. അങ്ങനെ ചെയ്യണ്ട.
പതുക്കെ ഇതേപോലെ ഒന്ന് ഷേപ്പാക്കി എടുക്കുക. ഇത്രയും മതി. അപ്പോൾ ഈ ലെയറൊക്കെ ഇങ്ങനെ കാണുന്ന രീതിയിലൊന്ന് ചെയ്തെടുത്താൽ മതി കേട്ടോ. എല്ലാം ഞാൻ ഇങ്ങനെ ചെയ്തെടുക്കട്ടെ. 10 എണ്ണം നമ്മൾ ഇതേപോലെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണ ചൂടാക്കിയിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ തീ കുറച്ച് വെക്കുക. ഒത്തിരി ചൂടിൽ നമ്മൾ ഇട്ട് കഴിയുമ്പോൾ പെട്ടെന്ന് അത് കരിഞ്ഞു പോകും. മുകൾ ഭാഗം കരിഞ്ഞിട്ട് ഉള്ളു വേവാതിരിക്കും. അതുകൊണ്ട് തീ നന്നായിട്ട് കുറച്ച് വെച്ചതിന് ശേഷം മാത്രം ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. ഓരോന്നും എടുത്ത് നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കണം. വലിയ ചട്ടിയൊക്കെ ആണെങ്കിൽ ഒരുമിച്ച് പൊരിച്ചെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചിട്ടാൽ മതി. അല്ലെങ്കിൽ എല്ലാം കൂടി ഒട്ടിയിട്ട് ഷേപ്പ് പോകും കേട്ടോ. ചെറിയ തീയിൽ വെച്ചിട്ട് പതുക്കെ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുക. ഒരു ഭാഗം ആവുമ്പോൾ പതുക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അല്ലെങ്കിൽ ഒരു ഭാഗം വല്ലാതെ അങ്ങ് കളറടിച്ചു പോകും. ഇപ്പോൾ തീ നന്നായിട്ട് ഞാൻ കുറച്ചാണ് വെച്ചിട്ടുള്ളത്. ഏകദേശം ഇപ്പോൾ നല്ല കളറൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിൽ നിന്ന് പെട്ടെന്ന് അങ്ങ് കോരിയെടുക്കാം കേട്ടോ. ഒരുപാട് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കളർ, ആ മഞ്ഞ കളറില്ലേ, അതങ്ങ് മാറിപ്പോവും. ഇത്രയും മതി. ഇത് കണ്ടോ, എല്ലാം ഞാൻ കോരി എടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു അരിപ്പ പാത്രത്തിലേക്ക് എണ്ണയൊക്കെ പോവാനായിട്ട് ഇങ്ങനെ ഇട്ട് വെക്കുക കേട്ടോ. ഇപ്പോൾ 2 പ്രാവശ്യമായിട്ട് ഞാനെല്ലാം ഇതേപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. 2 പ്രാവശ്യം ഇടാനേ ഉണ്ടായിരുന്നുള്ളൂ. അയ്യോ നല്ല ചൂടാട്ടോ. എല്ലാം ഇതേപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പഞ്ചസാര സിറപ്പ് പെട്ടെന്ന് റെഡിയാക്കിയിട്ട് അതിൽ ഡിപ്പ് ചെയ്തെടുക്കാം കേട്ടോ. അടുത്ത ട്രിപ്പ് അവിടെ പൊരിയുന്നുണ്ട്. അപ്പോഴേക്കും ശ്രീകുമാർ എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ള ഒരു ടിപ്പ് ഞാൻ പറഞ്ഞു തരാം. ഒന്ന് പഞ്ചസാര സിറപ്പ് ഉണ്ടാക്കിയിട്ട് അതിൽ മുക്കിയെടുക്കുക, അല്ലെങ്കിൽ അത് കോരി ഒഴിക്കുക, എന്ത് വേണമെങ്കിലും ചെയ്യുക. പിന്നെ പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ നല്ല ചൂടുണ്ട് ഇപ്പം നമ്മുടെ ഈ കാജയ്ക്ക്. ഇപ്പോൾ പൊരിച്ച് വെച്ച കാജയ്ക്ക് നല്ല ചൂടുണ്ട്. ഈ ചൂടോട് കൂടിയിട്ട് പഞ്ചസാര പൗഡറിൽ ഇതുപോലെ മുക്കിയെടുക്കുക. നല്ല ചൂടുള്ള സമയത്താണെങ്കിൽ മാത്രമേ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഇങ്ങനെ മുക്കി എടുത്തിട്ടുണ്ടെങ്കിൽ ഈ പഞ്ചസാര നന്നായിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിക്കോളും. നല്ല ചൂടുള്ള ടൈമിലേ പറ്റുള്ളൂ. ചൂടുള്ള ടൈമിലാണെങ്കിൽ പഞ്ചസാര ഇതുപോലെ പൊടിച്ചിട്ട് ഇങ്ങനെ മുക്കിയെടുക്കാം നമുക്ക്. അപ്പോഴും നല്ല മധുരം ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിക്കൊള്ളും. അല്ലെങ്കിൽ പിന്നെ നമുക്ക് സിറപ്പ് ഉണ്ടാക്കിയിട്ട് ചെയ്താലും മതി. ഷുഗർ സിറപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 1 കപ്പ് പഞ്ചസാര ഞാൻ ഇതിലേക്ക് ഇടുന്നുണ്ട്. ഒത്തിരി ഒന്നും ഉണ്ടാക്കി വെക്കേണ്ട, ആവശ്യത്തിന് ഇട്ടാൽ മതി കേട്ടോ. 1/2 കപ്പാണെങ്കിൽ കുഴപ്പമില്ല. പിന്നെ നമുക്കത് എടുത്ത് വെച്ചിട്ട് ഉപയോഗിക്കാൻ പറ്റത്തില്ലല്ലോ. അതിലേക്ക് 1 കപ്പ് പഞ്ചസാര ആണെങ്കിൽ അതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ഒഴിക്കുക. എന്നിട്ട് നന്നായിട്ട് കുറുക്കിയെടുക്കുക. ഒറ്റനൂൽ പരുവം ആവണം കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് ഏലക്കായുടെ പൗഡറും കൂടി ചേർക്കുന്നുണ്ട്. നമ്മുടെ ഷുഗർ സിറപ്പ് ടൈറ്റായി പോവരുത്. അപ്പം നമ്മളിങ്ങനെ പിടിച്ച് നോക്കുമ്പം ഇതുപോലെ ഒരു നൂല് വരുന്ന ആ ഒരു രീതിയിലുള്ളപ്പോൾ ഇറക്കുക. പിന്നെ ഇത് ടൈറ്റായി പോയി എന്ന് തോന്നുവാണെങ്കിൽ അടുപ്പിൽ വെച്ചിട്ട് ഒന്ന് ഇതുപോലെ ഇളക്കിയെടുത്താൽ മതി കേട്ടോ. ഇനി നമുക്കിത് ഇറക്കിയെടുക്കാം. ഇനി നമ്മുടെ കാജ ഓരോന്നും എടുത്ത് ഇതിൽ നമുക്കൊന്ന് മുക്കിയെടുക്കാം. ഇത് ഈ കാജ ഇങ്ങനെ അടുക്കി വെച്ചിട്ട് ഇതിലേക്ക് ഷുഗർ സിറപ്പ് കോരി ഒഴിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒഴിക്കുമ്പം വല്ലാതെ അങ്ങ് നനഞ്ഞു പോകുന്ന ഒരു ഇത് വരുന്നുണ്ട് കേട്ടോ. നമുക്കിങ്ങനെ പതുക്കെ ഒന്ന് മുക്കിയെടുത്താൽ മതി. മുക്കിയെടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. വീണ്ടും ഓരോന്ന് ഇട്ട് കൊടുക്കാം. 1, 2, 3 ഇതിലെത്രയാണ് ഇടാൻ പറ്റുന്നത് അത്ര ഇട്ട് കൊടുക്കാം കേട്ടോ. പതുക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മുക്കിയെടുത്താൽ മതി. എന്നോട് ചോദിക്കുന്നുണ്ട് വല്ലാതെ അങ്ങ് കുതിർന്നു പോകുന്നു. അപ്പോൾ ഒരുപാട് ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് മുക്കിയെടുക്കുന്നത് കൊണ്ടായിരിക്കും അതുപോലെ കുതിർന്നു പോകുന്നത്. കുറച്ച് ഷുഗർ സിറപ്പിൽ പതുക്കെ ഇതുപോലെ ആക്കിയെടുത്താൽ മതി. ഇപ്പം നോക്കിക്കേ, നമ്മുടെ അടിപൊളി കാജി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബേക്കറിയിൽ നിന്ന് വാങ്ങുന്ന അതേപോലെ തന്നെയുണ്ട് കാണാനായിട്ട്. ചടപടാതെ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു അല്ലേ? എത്ര പെട്ടെന്നാണ് ഉണ്ടാക്കി കഴിഞ്ഞാൽ, ഈസി ആയിട്ട് ഉണ്ടാക്കിയില്ലേ? എല്ലാവരും ഇപ്പം തന്നെ ട്രൈ ചെയ്തോളൂ കേട്ടോ. ഉണ്ടാക്കിയവരൊക്കെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ പറയാൻ എന്തായാലും മറക്കരുത്. അതേപോലെ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫോട്ടോ ഒക്കെ ചേച്ചിക്ക് വിട്ടു തരണം കേട്ടോ. നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ അറിയാം അല്ലേ, നല്ല പൊടിച്ചലോട് കൂടിയിട്ട് എന്തൊരു ഭംഗിയായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. എല്ലാവരും പെട്ടെന്ന് ഉണ്ടാക്കിക്കോ. പിന്നെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ ലൈക്ക് ചെയ്തോളൂ കേട്ടോ.
അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടോ? വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇന്ന് തന്നെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നമ്മൾ ഇതുപോലെ കാജിയൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. മാവ് കുഴയ്ക്കുമ്പോൾ നല്ല ടൈറ്റായിട്ട് കുഴയ്ക്കുക. പിന്നെ അതേപോലെ പഞ്ചസാര പാനിയുടെ ആ കൺസിസ്റ്റൻസി ഉണ്ടല്ലോ, അത് കറക്റ്റ് ആക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ബേക്കറിയിൽ കിട്ടുന്ന അതേപോലുള്ള മടക്ക് നമുക്കും വീട്ടിലുണ്ടാക്കാം. അപ്പോൾ ആരെങ്കിലും നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒന്ന് ലൈക്ക് ചെയ്തോളൂ കേട്ടോ. അതേപോലെ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു നല്ല റെസിപ്പി ആയിട്ട് ചേച്ചി ഉടനെ വരാം കേട്ടോ. അതുവരെ എൻ്റെ കൂട്ടുകാരെല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. വീഡിയോ കണ്ട എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി നന്ദി.